എൻവിഡിയുടെ ഫൗണ്ടർ ജേസൺ ഹോങ് പറഞ്ഞു, ഇനി നിങ്ങൾ കോഡിംഗ് ഒക്കെ പഠിക്കുന്നത് വേസ്റ്റ് ആണ്. ഒരു ഇംഗ്ലീഷിൽ നിങ്ങൾ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പും വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന AI മോഡൽസ് നിലവിലുണ്ട്, ഇനി വരും എന്നുള്ള കാര്യം. അപ്പോൾ ഇനി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ പോയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പഠിച്ചു തുടങ്ങി പാസ് ഔട്ട് ആയ 4-5 കൊല്ലം കിട്ടും. അപ്പോഴേക്കും ടെക്നോളജി ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്ത് ആ ഒരു അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു സെഷനിലൂടെ ഞാൻ 4 ഡിഫറെന്റ് പാത്വേ പറയുന്നുണ്ട്. +2 ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എങ്ങനെ ആവാം, എന്തൊക്കെ റിസ്ക് ആണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, നിങ്ങളുടെ പേ എന്തായിരിക്കും, എക്സ്പെക്ടഡ് പേ, ഏത് ഫീൽഡ്, ഈ 4 വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ. സോ ദാറ്റ്സ് ഇറ്റ്. എന്റെ പേര് ആരിഫുള്ള. വെൽക്കം ടു അനദർ സെഷൻ. സോ എൻവിഡിയുടെ ഫൗണ്ടർ പറഞ്ഞ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI മോഡൽസ് അത്രയും ബെറ്റർ ആയിരിക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ നോ കോഡ് ടൂൾസ് കുറെ ഉണ്ട്, കോഡ് ചെയ്യാണ്ട് ആപ്പ് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ആ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങൾ കസ്റ്റം കോഡ് എഴുതേണ്ട ആവശ്യം വരും. അപ്പോഴും കോഡിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇപ്പൊ നിലവിൽ പോലും ഭാവിയിലും അത് വന്നുകൊണ്ടിരിക്കും. ഒരു കോഡ് ChatGPTയിൽ കോഡ് അടിച്ചു കൊടുത്ത് കോഡ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീഡ് ചെയ്യാൻ അറിയണ്ടേ? ആ ഒരു അവസ്ഥയിൽ ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത് ഭാവിയിൽ എല്ലാവർക്കും ഇങ്ങനത്തെ ആപ്സും മോഡൽസും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന ടെക്നോളജീസ് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ ഒരു ബേസിക് കോഡർ ആയതുകൊണ്ട് ഒരു ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ അത്രയും എക്സ്ട്രീം കോഡർ ആയിരിക്കണം. അപ്പോൾ എല്ലാവരും ഏത് സ്ട്രീമിലുള്ളവരും കോഡിംഗ് പഠിക്കേണ്ട അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. സോ ഏത് സ്ട്രീം, ഫൈനാൻസിലും കൺസൾട്ടിങ്ങിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും ബേസിക് കോഡിംഗ് എന്തായാലും അറിഞ്ഞിരിക്കണം ഇനി വരുന്ന ആൾക്കാർക്ക്. ഇപ്പൊ തന്നെ കമ്പനീസിന്റെ റിക്വയർമെന്റ്സിലുണ്ട്. ഫൈനാൻസ് റോൾസിന് എടുക്കുമ്പോൾ വരെ കോഡിംഗ് അറിയണം എന്നുള്ള ഒരു റിക്വയർമെന്റ് വരെ ചില കമ്പനീസിലുണ്ട്. There are 4 ways to become a software developer. First way is conventional engineering background, BTech in CS and AI എടുത്തിട്ട് അങ്ങനെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം. പക്ഷെ അങ്ങനെ കുറെ പേര് ഇപ്പോൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താ, ഇവർക്ക് സ്കിൽസ് ലാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, വേണ്ട കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കുറവായതുകൊണ്ടാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ടോപ്പ് IITസും ടോപ്പ് NITസും JEE എക്സാം, JEE മെയിൻസ്, JEE അഡ്വാൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോർമൽ എഞ്ചിനീയറിംഗിലോട്ട് പോവാം. കീം ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല, കാരണം അത്രയും സ്കിൽ സെറ്റ് കീമിൽ ഭയങ്കര കുറവാണ്. പക്ഷെ നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീം എന്തായാലും പ്രിഫർ ചെയ്യാം. പ്രോഗ്രാമിംഗിൽ AI മാസ്റ്റർ ആവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ സ്കിൽസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പക്ഷെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ മോസ്റ്റ് സിലബസുകളും ഔട്ട്ഡേറ്റഡ് ആണ്. അതുപോലെ തിയറിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് കൂടുതൽ എഫേർട്ട് എടുത്തെടുക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഈ ഒരു കോളേജ് ഉണ്ട്, ന്യൂട്ടൺ സ്കൂൾ ഓഫ് ടെക്നോളജി എന്ന കോളേജ്. ഇവർ പ്രാക്ടിക്കൽ ലേണിംഗിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ BTech in CS and AI പ്രോഗ്രാം ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അഡ്വാൻസ് കരിക്കുലാണ്, വെരി ടഫ് ടു ലേൺ ആണ്. ഇത് ഡിസൈൻ ചെയ്തത് മാങ് പ്രൊഫഷണൽസ് ആണ്. ന്യൂട്ടൺ സ്കൂളിലെ സ്റ്റുഡൻസിന് ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടാൻ വേണ്ടി അവർക്ക് എല്ലാവർക്കും പേഴ്സണൽ മെന്റോർസ് ഉണ്ട്. ടോപ്പ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആമസോൺ പോലത്തെ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന. പിന്നെ ഇവരുടെ സിലബസിൽ തന്നെ മാൻഡേറ്ററി പെയ്ഡ് ഇന്റേൺഷിപ്പ് സെഗ്മെന്റും കൂടി ഉണ്ട്. അത് ചെയ്താലേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇവരുടെ ഈ അഡ്വാൻസ് സ്കിൽസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആക്ച്വലി ഫസ്റ്റ് ഇയറിൽ തന്നെ 30,000 rupees വരെ ആവറേജ് സ്റ്റൈപ്പൻഡിലെ ഇന്റേൺഷിപ്സ് ഇവർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഹയറിംഗ് കമ്പനീസുകൾക്കും സ്റ്റാർട്ടപ്സുകൾക്കും വരെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇവർക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ കാര്യങ്ങൾ അറിയാം. ഇംപ്രസീവ് കാര്യം എന്താ പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് തന്നെ ഗൂഗിളിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് GSOC ഇന്റേൺഷിപ്പ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സ്റ്റൈപ്പൻഡ് 1.25 lakh ആണ്. ന്യൂട്ടൺ സ്കൂളിലെ സ്റ്റുഡൻസിന് ഇന്റർനാഷണൽ എക്സ്പോഷറിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. കുറച്ച് സ്റ്റുഡൻസ് അവരുടെ ഇന്റർനാഷണൽ ഹാക്കത്തോൺസ് യൂറോപ്പിലും ഹാർവേഡ് ഏഷ്യ കോൺഫറൻസിലും അറ്റൻഡ് ചെയ്യാൻ വരെ പോയിട്ടുണ്ട്. ഇത്രയും ഡിമാൻഡ് സ്റ്റുഡൻസ് ആയിരുന്നു വരുന്നതുകൊണ്ട് ദേ ഹാവ് എക്സ്പാൻഡഡ് റാപ്പിഡ്ലി. അവരുടെ പുതിയ ക്യാമ്പസ് വന്നിട്ടുണ്ട് പൂനെയിൽ, ഡൽഹിയിലും അവരുടെ ക്യാമ്പസ് ഉണ്ട്. ഈ വർഷത്തെ അഡ്മിഷൻസ് വേണ്ടി ന്യൂട്ടൺ സ്കൂൾ ഓഫ് ടെക്നോളജിയിലെ അഡ്മിഷൻസ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഏത് ടൈമും ക്ലോസ് ചെയ്യുക. ഓൾ ഇന്ത്യ NSAT എക്സാം ആണ് അവരുടെ പേര്. സോ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഇത്ര ടോപ്പ് കോളേജ് മിസ്സായി പോകും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യണം. നൗ സെക്കൻഡ് വേ ടു ബിക്കം എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. നിങ്ങൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BCA എടുത്തിട്ട് കയറാം. അങ്ങനെ കുറെ സ്റ്റുഡൻസ് എന്നോട് മെസ്സേജ് അയക്കുന്നുണ്ട്, ടെക് ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമുണ്ട്. അപ്പോൾ BCA എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ വേണ്ട ടെക്നിക്കൽ സ്കിൽസും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. നന്നായി എഫേർട്ട് എടുത്ത് 5-8 മണിക്കൂർ ഇരുന്നിട്ട് അപ്പോഴേ 3 വർഷത്തെ ഡിഗ്രിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴേക്കും ടെക്നിക്കൽ സ്കിൽസ് ഭയങ്കരമായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ സയൻസ് ഫീൽഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് പോവാം. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് മോർ അബൌട്ട് ഗെറ്റിംഗ് ഇൻ ടു ടോപ്പ് കോളേജ്. കോഴ്സ് ഏതാ നല്ല കോളേജിൽ ടോപ്പ് സ്റ്റുഡൻറ് ക്വാളിറ്റി ഉള്ള കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ BCA ആയിരിക്കും BTechനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുക. Now third way is coding and skill based learning approach. ഈ ഒരു അപ്രോച്ചിൽ സ്റ്റുഡൻസ് വരുത്തുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിലും വന്നിട്ടുണ്ട്, അതുപോലെ പുറത്തുമുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് സ്കിൽസ് പഠിക്കുക എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൽ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ CV ഉണ്ടാക്കി കമ്പനീസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ സ്റ്റാർട്ടപ്സുകൾ നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കും നിങ്ങളുടെ സ്കിൽസ് കണ്ടിട്ടാണെങ്കിലും. പക്ഷെ നമ്മൾ ടോപ്പ് കമ്പനി ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണ്.
20, 30, 40 ലാക്സ് പാക്കേജ് ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡിഗ്രി ഇസ് വെരി മസ്റ്റ്. ഡിഗ്രി എടുക്കാണ്ട് നിങ്ങൾ ഇവിടെ പോകരുത്. ഇനി നിങ്ങൾ ഇങ്ങനത്തെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നിങ്ങൾ ഇങ്ങനത്തെ സ്കിൽ ബേസ്ഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു BCA ഓൺലൈൻ ഡിഗ്രി ആയിട്ടാണെങ്കിലും എടുത്തു വെക്കുക. ദാറ്റ് ഈസ് മസ്റ്റ്. കാരണം ഡിഗ്രി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടോപ്പ് ജോലികളിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഗ്രോത്ത് പൊട്ടൻഷ്യലും ഭയങ്കര കുറവാകാനാണ് കൂടുതൽ ചാൻസ്. ചെറിയ സ്റ്റാർട്ടപ്സുകളിൽ 5-8 ലക്ഷം 9 ലക്ഷം പാക്കേജ് വരെ കിട്ടുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ട് എന്തായിരിക്കും, നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ട് ഒരു 1 year പാക്കേജിലെങ്കിലും എത്തണ്ടേ. ടെക് ഫീൽഡിൽ അത്രയും പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു വർഷം ഡിഗ്രി കഴിഞ്ഞവർക്ക് തന്നെ 1 year കിട്ടുന്ന കാലമാണിത്. സോ നമ്മൾ എന്തായാലും ഒരു സേഫ് ആയിട്ട് ഡിഗ്രി എന്തായാലും കയ്യിൽ എടുത്തു വെച്ചിരിക്കണം. അത് ഏത് ഡിഗ്രിയാണെന്ന് കൂടുതൽ മാറ്റർ ചെയ്യുന്നില്ല. ടെക് റിലേറ്റഡ് ഡിഗ്രി ആണെങ്കിൽ ഓൺലൈൻ ആയിട്ടെങ്കിലും നിങ്ങൾ എടുക്കുക, എന്നിട്ട് സ്കിൽ ബേസ്ഡ് അപ്രോച്ച് പഠിക്കാൻ പോവാം. നൗ ദി ഫോർത്ത് അപ്രോച്ച് ഇസ് BCom BA പോലത്തെ ഡിഗ്രി കഴിഞ്ഞവരെങ്ങനെയാണ് നമുക്ക് എന്താ പറയാ ഈ ഒരു ടെക് ഫീൽഡിലോട്ട് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡിഗ്രി ഉള്ള സ്ഥിതിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഈസിയാണ്. നിങ്ങൾക്ക് സ്കിൽ ബേസ്ഡ് ലേണിംഗ് അപ്രോച്ച് ആണ് ഇനി വേണ്ടത്. ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ട സ്കിൽസ് ഒക്കെ ഞാൻ ഈ ഒരു സെക്ഷനിൽ തന്നെ അടുത്ത സെക്ഷനിൽ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് പക്ഷേ BA BCom ഡിഗ്രി കഴിഞ്ഞവർ ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോ കോഡ് ടൂൾസ് വെച്ചിട്ടാണ്. അതായത് ഫ്ലട്ടർ ഫ്ലോ, bubble.io പറഞ്ഞ നോ കോഡ് ടൂൾസ് ഉണ്ട്. പിന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ wix.studio അതല്ലെങ്കിൽ mixo.io എന്ന് പറഞ്ഞ നോ കോഡ് ടൂൾസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ഇതിൽ വെബ്സൈറ്റ് ഉണ്ടാക്കുക, ആപ്പ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ നിങ്ങൾ ആപ്പ് ഡെവലപ്പ് ചെയ്ത് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഈസിയാണ് പഠിക്കാൻ. ഈസിയായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസിങ്ങും ചെയ്യാം. അതായത് കുറേ ആൾക്കാരുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനും കുറേ ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഈസി ആയിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചാർജിങ് ഫീസ് ഒക്കെ എടുത്ത് നിങ്ങളുടെ പോക്കറ്റ് മണി കഴിഞ്ഞു പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാം. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾ ഈ പറഞ്ഞ ലാംഗ്വേജസ് ഒക്കെ കാര്യമായിട്ട് പഠിക്കണം. ഹാർഡ് ആൻഡ് ഒരു ഫുൾ ടൈം ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ലാംഗ്വേജസ് പഠിച്ചിരിക്കണം. ഇനി നമുക്ക് സ്കിൽസിലോട്ട് കിടക്കാം. എന്തൊക്കെയാണ് ടെക്നിക്കൽ സ്കിൽസ് വേണ്ടി വരിക? സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ജാവ, പൈത്തൺ, C++, ജാവാസ്ക്രിപ്റ്റ്, ഫ്ലട്ടർ, ഓൾസോ നോ കോഡ് ടൂൾസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ഒരു സെഗ്മെന്റിൽ മേൺ സ്റ്റാക്ക് അങ്ങനെ കുറെ ലാംഗ്വേജസ് വരുന്നുണ്ട്. നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ടൂൾസ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ലാംഗ്വേജസ് സെലക്ട് ചെയ്യുക. ചിലർ ജാവയിൽ മാത്രം ചെയ്യുള്ളൂ, ചിലർ C++ ആണ് പ്രിഫർ ചെയ്യുക. അങ്ങനെ കുറേ ടെക് റിലേറ്റഡ് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ലാംഗ്വേജ് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം. എല്ലാ ലാംഗ്വേജസിനും ജോലി കിട്ടുന്നുണ്ട്. ഫ്ലട്ടർ ആണ് കുറച്ച് കൂടുതൽ എന്താ പറയുക, 2 iOS-ലും ആൻഡ്രോയിഡിലും ഫ്ലട്ടറിൽ ഡെവലപ്പ് ചെയ്ത കോഡ് ആപ്പ് നേരെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്ലട്ടർ നിങ്ങൾ ആദ്യം പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരിക. പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെത്തഡോളജീസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അജൈൽ, ഗിറ്റ്, പോപ്പുലർ ലൈബ്രറീസ്, ഫ്രെയിംവർക്കും നിങ്ങൾ പഠിച്ചിരിക്കണം. ജാങ്കോ, റിയാക്ട്, ആംഗുലാർ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. പിന്നെ DSA ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൊക്കെ നിങ്ങൾ നല്ല സ്ട്രോങ് ആക്കണം. കാരണം DSA ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ഡെവോപ്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡും കൂടി ഉണ്ട്. ഡെവോപ്സിലാണ് ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത്. ഡെവോപ്സ് എഞ്ചിനീയേഴ്സിന്റെ എണ്ണാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കുറവ്. ഏറ്റവും റെയർ ആയിട്ടുള്ള ഡെവോപ്സ് എഞ്ചിനീയേഴ്സാണ്. സോ നേരെ ഡെവോപ്സിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻസ് വരും. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് +2 കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തായാലും പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ ഇതൊന്നും ബേസിക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഞാൻ പറഞ്ഞത് ഭയങ്കര ഹാർഷ് ആയിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്ര ഹാർഷായി പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ താഴെ ഒരു ഫോം ഉണ്ട്, അതിൽ കംപ്ലൈൻറ്റ്സ് എഴുതി വെച്ചിട്ട് നിങ്ങൾ വേസ്റ്റിലേക്ക് എറിഞ്ഞോ. ഞാൻ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല. നൗ ഇനി നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലോട്ട് കിടക്കാം. എങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എടുക്കും? നിങ്ങൾ ഈ കോഡിംഗ് ലാംഗ്വേജസ് പഠിച്ചു, കാര്യങ്ങൾ പഠിച്ചു. അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ പ്രൊജക്ട്സ് ചെയ്ത് നോക്കുക. ഗൂഗിളിൽ പ്രൊജക്ട്സ് കിട്ടും, നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കുക. രണ്ടാമത്തെ അപ്രോച്ചാണ് ഇന്റേൺഷിപ്പ്. ദിസ് ഇസ് ദി ബെസ്റ്റ് അപ്രോച്ച്. കുറേ ടെക് കമ്പനീസ് ബാംഗ്ലൂരിലും അങ്ങനെ ടെക് സ്റ്റാർട്ടപ്സ് ഒക്കെ എന്താ പറയുക, ഇവർ ഇന്റേൺസിനെ ഹയർ ചെയ്യാനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. ഇവർ കുറേ ഇന്റേൺസിനെ ഹയർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യുക ഇവർ ലിങ്ക്ഡിനിലും അതുപോലെ കുറേ പല മെത്തഡോളജീസ് യൂസ് ചെയ്തിട്ട്, എന്നിട്ട് നിങ്ങൾ ഇവരെ കോൾഡ് മെയിൽ ചെയ്തിട്ട് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചോദിച്ച് ഇന്റേൺഷിപ്പ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിന്റെ കൂടെ ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ നിങ്ങളെ പഠിപ്പിക്കും, കുറച്ച് കാശൊക്കെ തരും. 20-30K സ്റ്റൈപ്പൻഡും ചിലപ്പോൾ കിട്ടിയെന്ന് ഒരു നല്ല ഫണ്ടഡ് സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റും. ഫോർത്ത് പാർട്ട് ഇസ് സർട്ടിഫിക്കേഷൻസ്. നിങ്ങൾക്ക് ഇൻഡസ്ട്രി റെലവൻറ്റ് സർട്ടിഫിക്കേഷൻസ് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഈ ഫ്രെയിം വർക്സിലും ടെക്നോളജീസിലും സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആണ് നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ആവാൻ.
ഞാൻ ഫിഫ്ത്ത് പാർട്ട് ഇസ് നെറ്റ്വർക്കിംഗ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പാർട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ മാത്രമൊന്നുമില്ല. നിങ്ങൾ ടെക് കോൺഫറൻസുകളിൽ പോവുക, ഹാക്കത്തോൺസ് എവിടെയൊക്കെയാണ് നടക്കുന്നത് നോക്കുക, എന്നിട്ട് അവിടെ പോയി എഞ്ചിനീയേഴ്സിനോട് സംസാരിക്കുക, എന്നിട്ട് ഒരുവിധം എല്ലാവരും ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടാവും ഇവിടെ സ്ഥലങ്ങളിൽ പോയിട്ട്. അപ്പോൾ റെഫർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് പുതിയ ടെക്നോളജീസ് എന്താണെന്നൊക്കെ പഠിച്ച് നിങ്ങൾ അപ്സ്കിൽ ചെയ്യാൻ പറ്റുക. സോ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിംഗ് പൊട്ടൻഷ്യൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ. ഞാൻ ഇതുപോലെ കുറെ എഞ്ചിനീയേഴ്സിനെ ഇന്റർവ്യൂ ആയിട്ട് കൊണ്ടുവരും ഈ സെഷനിലോട്ട്. സോ നിങ്ങൾ കുറെ അധികം ഇങ്ങനെ ഇന്റർവ്യൂസിൽ നിന്ന് കൂടെ പഠിക്കാൻ പറ്റും. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ലാസ്റ്റ് പാർട്ട്, ജോബ് സെർച്ച് ആൻഡ് സാലറി നെഗോഷിയേഷൻ. ജോബ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ലിങ്ക്ഡിനിൽ പോവുക, നോട്ടിഫിക്കേഷൻസ് നോക്കുക, ആരെങ്കിലുമൊക്കെ ഹയർ ചെയ്യേണ്ട നോക്കുക, CV അയച്ചു കൊടുക്കുക. ഇന്റർവ്യൂലായി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ഇന്റർവ്യൂവിലും നന്നായി ഇമ്പ്രൂവ് ചെയ്ത് കാര്യങ്ങൾ അതിനുള്ള ടെക്നോളജി പഠിച്ചു പോകാന്നേ ജോബ് സെർച്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ഇന്റർവ്യൂ കയറിയാലേ നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 5-6 ഇന്റർവ്യൂ ആയാലേ 7-8 കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വീക്ക് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക കൺസിസ്റ്റന്റ്ലി. ഇന്റേൺഷിപ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളിൽ നിങ്ങളുടെ വർക്ക് അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഫുൾ ടൈം ഓഫർ വരെ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും. പിന്നെ പെയ്ഡ് നെഗോഷിയേഷൻ പാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 വേ ഉണ്ടല്ലോ. നിങ്ങളുടെ കോളേജിന്റെ വാല്യൂ അനുസരിച്ചാണ് കൂടുതൽ സ്റ്റാർട്ടപ്സുകളിൽ നിങ്ങളുടെ പേ ഉണ്ടാവും. കുറേ സ്റ്റാർട്ടപ്സുകൾ സ്റ്റാൻഡേർഡ് പേ സ്ട്രക്ചർ ഉണ്ടാവും. ബട്ട് മോസ്റ്റ്ലി നിങ്ങൾക്കൊരു 10-12 LPA സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയിരിക്കണം നിങ്ങൾക്ക് എല്ലാ സ്കില്ലും. ഗിവൺ ദാറ്റ് നിങ്ങൾക്ക് എല്ലാ സ്കിൽസും കാര്യങ്ങളും നിങ്ങളുടെ ഡൊമൈനിലെ സ്കിൽസും കാര്യങ്ങളും അറിയാമെന്നുണ്ടെങ്കിൽ. പിന്നെ സാലറി നെഗോഷിയേഷൻ ഇസ് മോർ ലൈക്ക് ഇന്റേൺഷിപ്സ് കുറേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട സ്കിൽസും കാര്യം 2-3 ഇന്റേൺഷിപ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 10-15 വരെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 7-8 വരെ ഒതുങ്ങേണ്ട അവസ്ഥയും വരും. സോ ഇറ്റ്സ് മോർ ലൈക്ക് നിങ്ങൾ 7-8 ആണെങ്കിൽ പോലും കയറുക, 7 ലക്ഷം 8 ലക്ഷത്തിനാണെങ്കിൽ കയറുക, എന്നിട്ട് 1 വർഷം അവിടെ വർക്ക് ചെയ്യുക, എന്നിട്ട് സ്വിച്ച് ചെയ്യുക, അടുത്ത കമ്പനിയിലോട്ട് പോകുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫെക്റ്റ് സാലറി കിട്ടും. അപ്പോൾ ഒരു 3-4 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ 30-40 ലക്ഷം പാക്കേജിൽ എത്തിയിട്ടുണ്ടാവും. ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ആസ് എ കൺക്ലൂഷൻ, നിങ്ങൾ ഏത് ഫീൽഡിൽ നിന്ന് പോകുന്നത് +2 കഴിഞ്ഞവരാണെങ്കിൽ പോലും നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം കോമ്പറ്റീഷൻ കുറച്ചൊന്നല്ല ഈ രാജ്യത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വേണ്ട സ്കിൽസും കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് കുറേ എഞ്ചിനീയേഴ്സിനോട് സംസാരിച്ചിട്ട് ഡിസൈഡ് ചെയ്യുക നിങ്ങളുടെ ബെസ്റ്റ് പാർട്സ് ഏതൊക്കെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് അത് വേണ്ട പോലെ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഇന്റേൺഷിപ്സ് ചെയ്യുക, എക്സ്പീരിയൻസ് എടുക്കുക. ഓരോ ടൂൾസും ഓരോ ആപ്പ് ബിൽഡ് ചെയ്യുന്ന ഓരോ പാർട്ടിൽ നിങ്ങൾ എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം. പിന്നെ അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സ് എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കൊളീഗ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇറ്റ്സ് മോർ ലൈക്ക് നിങ്ങളൊരു ഇന്റേൺഷിപ്പ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടി നെറ്റ്വർക്ക്സ് തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിയെടുക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. We'll meet in another session. Also subscribe and like the video.